വീണ്ടും 16-ാം അധ്യായത്തിലേക്ക് തന്നെ വരാം. 16-11 മുതൽ വായിക്കാം. നമ്മൾ 10 വരെയാണ് വായിച്ചു നിർത്തിയിരിക്കുന്നത്. അതിന് 11 മുതൽ നമുക്കൊന്നുകൂടി വായിക്കാം. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രോയിലേക്ക് യാത്ര ചെയ്തു. ഈ പറഞ്ഞ സ്ഥലം, ഇതിൻ്റെ അകത്ത് ഈ സ്ഥലത്തിൻ്റെ ഈ ടോപ്പിലാണ് ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത്. ഇത് ത്രോവാസ്. നമുക്ക് ബാക്കിലേക്ക് കാണാൻ ഇത്തിരി പാടാണ്. ത്രോവാസിൽ നിന്നും സാമത്രോസിലെത്തി. അവിടെ നിന്നും എവിടേക്ക് എത്തി? അടുത്ത ദിവസം നെയോപോളീസിലേക്കും നിയാപോളിസിലെത്തി. വീണ്ടും അവിടെ നിന്ന് ഫിലിപ്പിയയിലേക്കും പോയി. അത് മക്കദോനിയയുടെ ഒരു ഭാഗത്തെ പ്രധാന നഗരം. മക്കദോനിയ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ? ഇതാണ് മക്കദോനിയ. ഈ പറയുന്ന ഈ ഒരു സ്പേസാണ് മക്കദോനിയ. പൗലോസ് നേരെ സുവിശേഷം പ്രസംഗിച്ച് എവിടം വരെ എത്തി? മക്കദോനിയയിൽ വരെ എത്തി. അതായത് ഈ നിന്ന സ്ഥലം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇവിടെ ആയിരുന്ന പൗലോസിനെ ഇവിടെ ഒന്നും സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം അനുവദിക്കാതെ ഇവിടെ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മക്കദോനിയയിൽ എത്തിച്ചു. എത്ര ദിവസം, എത്ര കഷ്ടപ്പാടുകൾ, എത്ര ദുരിതങ്ങൾ. എന്നിട്ട് മക്കദോനിയയിലെത്തിട്ട് എന്ത് സംഭവിച്ചു? വായിച്ചോ. അവിടെ നിന്ന് ഫിലിപ്പിയയിലേക്ക് പോയി. അത് മക്കദോനിയയുടെ ഒരു ഭാഗത്തെ പ്രധാന നഗരവും റോമയുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. കുറെ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. ദിവസങ്ങളോളം അവിടെ താമസിച്ചു. സുവിശേഷം പറഞ്ഞു. നഗര കവാടത്തിന് പുറത്ത് നദി തീരത്ത് ഒരു പ്രാർത്ഥന കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടത്തേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അതായത് പൗലോസ് കുറേ ദിവസം അവിടെ താമസിച്ചു. കിലോമീറ്ററോളം യാത്ര ചെയ്തു. മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടു. ഓരോ ദിവസവും സുവിശേഷം പറഞ്ഞു. ഒരൊറ്റ ആളും കിട്ടിയില്ല. ഒരെണ്ണം പോലും വചനത്തിൽ കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം വരണ്ടേ? അതായത് 2 സ്ഥലത്ത് ഞാൻ ആഗ്രഹിച്ചു, പോയി നോക്കി, പോവാന്ന് വിചാരിച്ചു. കർത്താവിൻ്റെ ആത്മാവ് പിന്തിരിപ്പിച്ചു. 3ാമത് കർത്താവ് തന്നെ ഒരു ദർശനം തന്നു. അവിടേക്ക് ചെന്നു. അവിടെ ചെന്നിട്ടാകട്ടെ ദിവസങ്ങളോളം താമസിച്ച് ദിവസങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ല. ഒരാൾ പോലും ദൈവവചനം കേട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരാളോട് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നമ്മൾ പരിപാടി നിർത്തും, പിന്തിരിയോ അല്ലേ? എടാ, ഒരു യേശു ഉണ്ട്, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. അവൻ വന്നില്ല. അതോടുകൂടി നമ്മൾ പരിപാടി നിർത്തി, കെട്ടും പാണ്ടം പൂട്ടി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരും. പിന്നെ പോവോ? അവിടേക്ക് പോവോ? നമ്മുടെ ബന്ധുക്കാരാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, അതല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അയൽവക്കക്കാരോ ആരും ആകട്ടെ, നമ്മൾ ഒരു പ്രാവശ്യം ആ വ്യക്തിയോട് പറഞ്ഞു യേശുവിനെ കുറിച്ച് അറിയണം, ഒരു ധ്യാനം കൂടണം, ഒരു പ്രാർത്ഥനയ്ക്ക് വരണം, ക്രിസ്തുവിനെ അറിയണം, ബൈബിൾ വായിക്കണം, ഇതൊക്കെ നമ്മൾ പറയുമല്ലേ? പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ടും ആ വ്യക്തി വന്നില്ല. നമ്മളതോടുകൂടി പുസ്തകം മടക്കി പരിപാടി നിർത്തി നമ്മൾ അടുത്ത വഴിക്ക് ഓടും. എന്നല്ലേ നമ്മൾ ചെയ്യുക? വായിച്ചോ, താഴോട്ട് വായിച്ചോ. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തിറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. നോക്കണേ, ഇത്രയും യാത്ര ചെയ്ത് കിലോമീറ്ററുകളോളം കള്ളവണ്ടി കയറിയോ, കഷ്ടപ്പെട്ടോ, കപ്പൽ കയറിയോ, വെള്ളത്തിൽ കൂടെ നീന്തിയോ, എങ്ങനെയൊക്കെയോ അധ്വാനിച്ച് കഷ്ടത അനുഭവിച്ച് ഇത്രയും സ്ഥലങ്ങൾ താണ്ടി അങ്ങേയറ്റം ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് ഒരൊറ്റ പെൺകുട്ടിയുടെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തേ. കർത്താവ് എന്നാ ക്രൂരനല്ലേ? ലിദിയ എന്ന് പറയുന്ന ഒരുവളുടെ ഹൃദയം മാത്രം കർത്താവ് എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. ബാക്കിയൊക്കെ ഇതിൻ്റെ ഹൃദയം കർത്താവ് അടച്ചു കളഞ്ഞേക്കാം. ഒരെണ്ണത്തിൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നില്ല? തുറന്നു വരുന്നില്ല. പക്ഷെ ലിദിയ എന്നൊരു പെൺകുട്ടിയുടെ ഹൃദയം ദൈവം തുറന്നു കൊടുത്തു. അവളും കുടുംബവും സുവിശേഷം സ്വീകരിച്ചു. കർത്താവിൻ്റെ വചനം അവർ സ്വീകരിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ, കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ. അതിനുശേഷം 16-ാം വാക്യം മുതൽ വായിച്ചാൽ, ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ട് ഭാവി പ്രവചനം വഴി അവൾ തങ്ങളുടെ യജമാനന്മാർക്ക് വളരെയധികം പണം ഉണ്ടാക്കി കൊടുത്തൊരു സ്ത്രീയാണ്. അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോ, ഇവിടെ ഇത്രയും സ്ഥലം യാത്ര ചെയ്തെല്ലാം വന്നിട്ട് പൗലോസിന് കിട്ടിയത് ഒറ്റ ആത്മാവാണ്. പൗലോസ് എന്നിട്ട് കർത്താവിനെ കുറ്റപ്പെടുത്തിയോ? ദർശനത്തെ കുറ്റപ്പെടുത്തിയോ? പ്രതികൂലങ്ങളെ കുറ്റപ്പെടുത്തിയോ? പിന്നോട്ട് പോയോ? എന്നാൽ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചോ? ഇല്ല. വീണ്ടും അവിടെ തന്നെ നിന്ന് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവിടെ തന്നെ വീണ്ടും സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് പിന്നെയും പറയുന്നത്. പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയെ കണ്ടു. അവളാണെങ്കിൽ എന്ത് വിളിച്ചു പറയുന്നു? 17-ാം വാക്യം, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് അവിടെ ഒരു ദുരാത്മാവ് ബാധിച്ചൊരു സ്ത്രീ പൗലോസിൻ്റെയും ലൂക്കായുടെയും പുറകെ വന്നിട്ട്, ഞങ്ങളെന്ന് പറയുമ്പോൾ എഴുത്തുകാരനായിരിക്കുമല്ലോ അതിൻ്റെ കൂടെ ഉണ്ടാവുന്നത് അല്ലേ? പൗലോസിൻ്റെയും ഞങ്ങളുടെയും കൂടെ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ലൂക്കയായിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പോൾ പൗലോസും ലൂക്കയും സീലാസും ഒക്കെ ഉണ്ടാവും. കാരണം സീലാസ് അപ്പുറത്തുണ്ട്. സീലാസിനപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നതിൽ സീലാസും ഉണ്ട്. അപ്പം ഞങ്ങളുടെ പിന്നാലെ വന്നു.
എന്നിട്ട് ഇവരിങ്ങനെ വിളിച്ചു പറയുകയാണ്, ഈ മനുഷ്യർ കർത്താവിൻ്റെ സുവിശേഷം പറയുന്നു, ഇവർ സത്യമാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. ആ പെൺകുട്ടി പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ? ആ പെൺകുട്ടി പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ? പൗലോസും സീലാസും ലൂക്കയും സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്, സത്യദൈവത്തല്ലേ പറയുന്നത്, യഥാർത്ഥ വഴിയല്ലേ കാണിച്ചു കൊടുക്കുന്നത്. പറഞ്ഞ കാര്യം ശരിയാണ്, ഒരു തെറ്റുമില്ല അല്ലേ? ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം കഴിഞ്ഞു. അടുത്ത വാക്യം വായിച്ചോ, അതിൻ്റെ 18-ാം വാക്യം വായിച്ചോ. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. അപ്പോൾ ഒരു ദിവസമല്ല, അനുദിനം ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക. പല ദിവസം ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. ആ. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തിയത്? ഇത് മറ്റൊരാത്മാവാണ്. ആ മറ്റൊരാത്മാവ് പറയുന്ന കാര്യം നല്ല കാര്യം തന്നെയാണ്. ഇവർ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്, ഇവർ ക്രിസ്തുവിൻ്റെ മാർഗമാണ് പറയുന്നത്, രക്ഷയുടെ മാർഗമാണ് പറയുന്നത്. പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, ഒരു തെറ്റുമില്ല. പക്ഷേ അത് പൗലോസിന് വേണ്ട എന്ന് തോന്നി. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവിലുള്ള സാക്ഷ്യമല്ലാതെ ഒരു സാക്ഷ്യവും എന്നെക്കുറിച്ച് വേണ്ട എന്ന് തോന്നാൻ, അല്ലെങ്കിൽ അത് പറയാനുള്ളൊരു ധൈര്യം പൗലോസിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ എനിക്ക് കൃപാസനത്തിൽ നിന്നൊരു സാക്ഷ്യം ഒരാളിട്ട് തന്നു. ബ്രദർ, ഈ സാക്ഷ്യം ശരിയാണോ എന്ന് ചോദിച്ചിട്ട്, ഇന്നലെ കൃപാസനത്തിൽ നിന്ന്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു വിജാതീയ സ്ത്രീ, പാവം അറിവില്ലാത്ത സ്ത്രീ, ഞാൻ ആ സ്ത്രീയൊന്നും പറയുന്നില്ല, അവരുടെ സാക്ഷ്യത്തെയൊന്നും പറയുന്നില്ല, പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഈ സ്ത്രീക്ക് രാത്രി ഒരു ദർശനമുണ്ടായി, ദേവി പറഞ്ഞു കൊടുത്തു കൃപാസനത്തിൽ പോകാൻ. ഏതൊരു ദേവി പറഞ്ഞു കൊടുത്തു കൃപാസനത്തിൽ പോകാൻ. ഈ സ്ത്രീ അവിടെ വന്നു. ഇതാണ് സാക്ഷ്യം. ഞാൻ പറയുന്നത്, ഈ സാക്ഷ്യം പരസ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പരസ്യപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി? ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ? നമ്മൾ ചിന്തിക്കണത്. പൗലോസ് ഇവിടെ ഒരു വിജാതീയ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു അന്യ ആത്മാവിൻ്റെ സാക്ഷ്യം പൗലോസ് ഏറ്റെടുത്തോ? ഇല്ല. പൗലോസ് ശാസിച്ചു, അവളെ പുറത്താക്കി. പൗലോസിനും വെറുതെ മിണ്ടാതെ പോയാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ പോയാൽ മതി. അവളെവിടെ എങ്ങനെ നിന്ന് കുറയ്ക്കട്ടെ, ഞാനിപ്പോൾ എന്തിനാ ഈ പാടിന് പോണേ? മിണ്ടാതിരുന്നാൽ പോരെ, എനിക്ക് എൻ്റെ സുവിശേഷം പ്രസംഗിക്കാം. അവൾ പറയുന്നത് തെറ്റൊന്നുമല്ലല്ലോ, എനിക്ക് എതിരൊന്നുമല്ലല്ലോ പറയുന്നത്. ഇത് പലയിടത്തും നമ്മൾ ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ പ്രസംഗങ്ങളിൽ പലപ്പോഴും വിജാതീയ പുസ്തകങ്ങൾ എടുത്ത് കോട്ട് ചെയ്യും. അതായത് യേശുവിനെക്കുറിച്ച് ഇതാ രാമായണത്തിൽ പറയുന്നു, ഇതാ മഹാഭാരതത്തിൽ പറയുന്നു, ഇതാ മറ്റേ എന്തൊക്കെയോ ഒരു ബുക്കുകളുണ്ട്, എനിക്ക് എൻ്റെ വായിൽ വായ കൊള്ളാത്ത കുറേ പേരുകളൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ സുവിശേഷത്തിൽ പൗലോസ് ഈ രീതി ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, എന്നും വിസിറ്റ് ചെയ്യുന്നൊരു ലൈബ്രറി ഉണ്ട്. എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നൊരു ലൈബ്രറി, സമീക്ഷ ലൈബ്രറി എന്നറിയപ്പെടുന്നത്, കാലടിയിൽ. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അവിടെ ഒരു സാധനമുണ്ട്, ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനകത്ത് ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. ഒരു ഖുർആൻ ഇരിക്കുന്നുണ്ട്, ഒരു രാമായണം ഇരിക്കുന്നുണ്ട്, ഒരു മഹാഭാരതം ഇരിക്കുന്നുണ്ട്, ഒരു ബൈബിൾ ഇരിക്കുന്നുണ്ട്. അതിന് നടുക്ക് ഒരു തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, നിനക്ക് ഇഷ്ടമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്നെങ്കിൽ ഖുർആൻ, അല്ലെങ്കിൽ രാമായണം, ഇപ്പുറത്ത് മഹാഭാരതം, ഇപ്പുറത്ത് ബൈബിൾ. ഇങ്ങനെ 4 മൂലയ്ക്ക് 4 സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. എവറിത്തിങ് ഈസ് ഈക്വൽ എന്നാണ് അവർ പറയുന്നത്. അച്ഛന്മാർ നടത്തുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക റിസർച്ച് സെൻ്ററാണ്. ഔദ്യോഗിക റിസർച്ച് സെൻ്ററാണ്. ഇന്ന് നമ്മളിവിടെ കാണുന്ന പുരോഹിതരിൽ പലരും, അല്ലെങ്കിൽ 50%-ലധികം പുരോഹിതർക്കും ഇന്ന് കിട്ടിയിരിക്കുന്ന PhD എന്തിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചിലർക്ക് രാമായണത്തിൽ PhD ഉണ്ട്, ചിലർക്ക് ഹൈന്ദവ ആചാരങ്ങളിൽ PhD ഉണ്ട്, മഹാഭാരതത്തിൽ PhD ഉള്ളവരുണ്ട്, ഇനി പലതിലും PhD ഉണ്ട്. PhD ഇപ്പോൾ നമുക്ക് എന്തിലും എടുക്കാം, അത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലാണ് ഇവർക്ക് PhD എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നത് തെറ്റാണെന്നല്ലോട്ടോ പറയുന്നത്. പക്ഷേ ഇവരുടെ പ്രസംഗത്തിൽ മുഴുവൻ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ കല്യാണങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പള്ളികളിൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൂടുതൽ പള്ളി കയറിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എത്ര പ്രാവശ്യം പള്ളി കയറിയിട്ടുണ്ടാവും ജീവിതത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എണ്ണം വിട്ട് നോക്കിയോ. ഞായറാഴ്ച വെച്ചിട്ട് മാത്രമല്ലേ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇനി എല്ലാ ദിവസവും പള്ളി പോകുന്നവരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. എന്നാലും എണ്ണത്തിൽ കൂടുതലാണ് ഞാനായിരിക്കും. കാരണം എൻ്റെ 1ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള ദിവസം 10 വർഷം 10 × 365 നിങ്ങളൊരു കൂട്ടിക്കോ. ഒറ്റ ദിവസം പള്ളിയിൽ കയറുന്ന മുടങ്ങത്തില്ലായിരുന്നു. 9ാം ക്ലാസ് വരെ. 9 കഴിഞ്ഞ പിന്നെയാണ് അനുദിന ദിവ്യബലിയിൽ നിന്ന് ഞാൻ കുറച്ചെങ്കിലും ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിലുള്ളൂ. സമ്മതിക്കത്തില്ല, ചവിട്ടി എണീപ്പിച്ച് വിടും. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മ എണീക്കുന്നത് 3 മണിക്ക്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കുന്നവർക്ക് എന്നെ 6 മണിക്ക് വിളിച്ചു വിടാൻ അവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. നിങ്ങൾ കേട്ടതിനേക്കാൾ കൂടുതൽ പള്ളി പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രസംഗങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് വിജാതീയ ദൈവങ്ങളെക്കുറിച്ചും കഥകളും. കഥ പറഞ്ഞ് ബൈബിൾ വായിച്ച് നേരെ ഹനുമാൻ്റെ കഥയിലേക്കും പല കഥകളിലേക്കും പോകും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് ഈ ബൈബിളിലെ കഥ പോരാഞ്ഞിട്ടാണ് ഇവർ ഇങ്ങോട്ട് പോകുന്നത്. ഇവരെന്നാ കാണിക്കാൻ ഇപ്പം അങ്ങോട്ട് ഓടി പോകുന്നത്? എടാ, ബൈബിളിൽ ആവശ്യം പോലെ വിശുദ്ധരും പ്രവാചകന്മാരും ഇവരുടെ കഥകളും സംഭവങ്ങളും എല്ലാം കിടക്കുന്നുള്ളൂ. പിന്നെ എന്തിനീ അങ്ങോട്ട് ഓടണേ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവരുടെ സാക്ഷ്യം സ്വീകരിച്ചോ ഇല്ലേ?
ഇല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് പൗലോസിന് അറിയാം. കാരണം അങ്ങനെ ഒരുവനല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകേണ്ടത്. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകേണ്ടത് ദൈവമാണ്. കർത്താവ് വിശ്വാസിയെ പറയുന്നുണ്ട്, രണ്ടുപേരുടെ സാക്ഷ്യം വിശ്വസനീയമാ. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് മറ്റാരുമല്ല, പിതാവായ ദൈവം തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളെല്ലാവരും എനിക്കെതിരെ പറഞ്ഞാലും, നിങ്ങളെല്ലാവരും എന്നെ കല്ലെറിഞ്ഞാലും എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം ആവശ്യമില്ല. എനിക്ക് എൻ്റെ കൂടെയുള്ളവൻ്റെ സാക്ഷ്യം എനിക്കുണ്ടെന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് തിരിഞ്ഞു നിന്ന് അവൾ എന്ത് ചെയ്തത്? ശാസിച്ചത്. വായിച്ചോ, വാക്യം വായിച്ചോ. പല ദിവസം അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിൽ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. അവളുടെ യജമാന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ, ഇനി അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. അവരുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടു, അവരുടെ വരുമാന മാർഗം തകർന്നു. നേരത്തെ അപ്പുറത്ത് സംഭവിച്ചു. 14-ാം അധ്യായത്തിൽ എന്ത് സംഭവിച്ചു? ഇത് തന്നെ സംഭവിച്ചു. അവിടെയും പ്രശ്നമായി, ഇവിടെയും സംഭവിച്ചു. ഇനി തുർക്കിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, എഫേസൂസിൽ ചെന്നപ്പോൾ അവിടെയും സംഭവിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾക്കെതിരെ പൗലോസ് എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരും കൂടി സമ്മേളനം കൂടി പൗലോസിനെ കല്ലെറിയാനും കൊല്ലാനും തുടങ്ങി. പൗലോസിൻ്റെ പ്രത്യേകത, പുള്ളി നമ്മുടെ ഏതാണ്ട് സ്വഭാവക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വല്യപ്പനായിട്ട് വരും ഏതാണ്ട്. അതായത് ഏത് വഴി കൂടെ അടി പോയാലും പുള്ളി ഇങ്ങോട്ട് വാ, എന്നെ തല്ലിയിട്ട് പോകുമെന്ന് പറയുന്നൊരു സ്വഭാവമാണ്. അങ്ങനെ ഒരുത്തരെയും വിടത്തില്ല. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ആരെയും പേടിക്കത്തുമില്ല, ഒരു മയമില്ല. പൗലോസ് ഇത് വിളിച്ചു പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇവളിലുള്ള ആത്മാവിനെ ശാസിച്ചു, പുറത്തായി. അവരുടെ വരുമാനമാർഗം നിലച്ചു എന്ന് കണ്ടപ്പോൾ അവിടെ ആളുകളെ കൂട്ടി പൗലോസിനെ എന്ത് ചെയ്തു? പൗലോസിനെ ശിക്ഷിക്കാനും അടിക്കാനും തുടങ്ങി. വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോ. അവളുടെ യജമാന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ, 22 മുതൽ വായിച്ചോ. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അതായത് മര്യാദയ്ക്ക് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നതാ. ആകെ കിട്ടിയതൊരു ലിദിയ എന്ന് പറഞ്ഞ ഒരിടത്തിലെ ഫാമിലിനെയാണ്, വേറെ ഒരെണ്ണത്തിനും പോലും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ മര്യാദയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ പറയണ്ടേ? ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയാമോ? പച്ചയ്ക്ക് പറയാമോ? നിങ്ങൾ ആരാധിക്കുന്നത് വിഗ്രഹത്തെയാണെന്ന് പച്ചയ്ക്ക് പറയാമോ? അങ്ങനെ പച്ചയ്ക്ക് ശാസിക്കാമോ? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൗലോസ് അതല്ലേ ചെയ്തേ? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും പൗലോസ് തയ്യാറല്ല. കൃത്യമായി സുവിശേഷം എന്താണോ ക്രിസ്തു പറയുന്ന സുവിശേഷം, ആ സുവിശേഷം പറയാൻ പൗലോസിനൊരു മയവുമില്ല. അതാരെ നോക്കുന്നില്ല, ഒരു മനുഷ്യനെ നോക്കിയിട്ടല്ല മുന്നോട്ട് പോകുന്നത്. ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തെ അത് പറയാൻ പൗലോസിന് ആരുടെയും ഒത്താശ വേണ്ട. അവൻ പറഞ്ഞു. പക്ഷേ കിട്ടിയ ഫലം ഇതാണ്: കല്ലേറും ജനമൂട്ടം മുഴുവൻ കൂടി അവൻ്റെ വസ്ത്രങ്ങൾ വരെ വലിച്ചൂരി. ഇപ്പോൾ പൗലോസ് നിൽക്കുന്നത് എങ്ങനെയാണ്? ഉള്ള വസ്ത്രം പോലും ഇല്ലാതെ അടിയും വാങ്ങി, 40-ൽ കുറയാതെ അടിയും വാങ്ങി, ന്യായാധിപന്മാരുടെ കൽപ്പനയും കിട്ടി. 23 വായിക്കുമ്പോൾ അവർ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പറവുകാരൻ നിർദ്ദേശം കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് കാലുകൾക്ക് ആമം വെച്ചു. അതായത് അന്നത്തെ രീതിയിൽ കാലുകൾക്കും ആമം വയ്ക്കും, കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യും. അതായത് കാലനക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തടിക്കഷ്ണം പോലെയുള്ള 2 തടികൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രീതിയിലുള്ള ഒരു വിലങ്ങ് കാലിലും വയ്ക്കും. അങ്ങനെ കൈകാലുകൾ വിലങ്ങ് വെച്ചിടുന്നൊരു ചെറിയ രീതിയുണ്ട്. ഇങ്ങനെ ബന്ധനത്തിലാക്കി കഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കുക ആര്? പൗലോസും സീലാസും. കഴിഞ്ഞ കുറേ ദിവസമായി പല അപകടങ്ങൾ, പല പ്രതികൂലങ്ങൾ, പല പ്രതിസന്ധികൾ. ലിസ്ത്രായിൽ വെച്ച് കിട്ടിയത് ആവശ്യം പോലെ. ഇതെല്ലാം കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത വായിക്കുന്നത് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നമ്മൾ കുറച്ച് നേരത്തും കൂടെ ആരാധിച്ചു അല്ലേ? കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചു. എത്ര പേര് ആത്മാർത്ഥമായിട്ട് ആരാധിച്ചു? എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റി? എത്ര പേർക്ക് ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ പറ്റി? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാ എത്രയോ ദിനരാത്രങ്ങളായി ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പറയുന്നു, കഷ്ടതകൾ അനുഭവിക്കുന്നു, പീഡകൾ അനുഭവിക്കുന്നു, കല്ലേറ് ലഭിക്കുന്നു, മരിച്ചു എന്ന് കരുതി വലിച്ചെറിയുന്നു. അവിടെ നിന്നും ദൈവത്തിൻ്റെ ദർശനങ്ങൾ കാണുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, അവിടെ നിന്ന് ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. വീണ്ടും തിരിച്ച് അവൻ ലിസ്ത്രയിലേക്ക് പോകുന്നു. അടി കിട്ടിയാലും ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്നൊരൊറ്റ ഉറപ്പിൽ പൗലോസ് അതേ സ്ഥലങ്ങളിലൂടെ തന്നെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ പരിശുദ്ധാത്മാവ് അവൻ പോകാൻ ആഗ്രഹിച്ച പല സ്ഥലങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു, അവിടോട്ടും പോകുന്നു. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞൊരു ദർശനം കിട്ടി. ഇപ്പം ഞാനും നമ്മുടെ ജഗൻ ബ്രദറും
ആൻ്റപ്പനും നമ്മുടെ ബേസിലും ഞങ്ങൾ 4 പേരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മലമുകളിൽ, തട്ടുപാറ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ദർശനം നൽകി. ഞങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ ആഗ്രഹിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, അങ്കമാലിയിൽ പോയി സുവിശേഷം പറയാം. അപ്പോൾ വേണ്ട, പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് വിലക്കുന്നു, പോണ്ട. ബൈബിൾ മെസ്സേജ് എടുത്തപ്പോൾ നെഗറ്റീവ് മെസ്സേജ്, പോണ്ട. അപ്പോൾ ആൻഡ്രു ബ്രദർ പറഞ്ഞു, വന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, കാലടി പോയി സുവിശേഷം പ്രസംഗിക്കാം. കാലടി ടൗണിൽ പോയി നിന്നിട്ട് നമുക്ക് ഒച്ചത്തിൽ സുവിശേഷം പറയാം എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ബൈബിൾ മെസ്സേജ് എടുത്ത് നോക്കി, ഇല്ല, നെഗറ്റീവാ, വേണ്ട, പോണ്ട. ഇത് കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ദർശനമുണ്ടായി, നീ പോവുക തൃശ്ശൂർ ഭാഗത്തേക്ക്, പോട്ട കഴിയുമ്പോൾ നീ ലെഫ്റ്റിലേക്ക് തിരിയുക, മുരിയാട് ചെല്ലുമ്പോൾ നീ അവിടെ ഒരു വലിയൊരു കേന്ദ്രമുണ്ട്, ക്രിസ്തു വീണ്ടും പറന്നു എന്ന് പറയുന്ന മുരിയാട് കേന്ദ്രം, അതിൻ്റെ നടുവെ ചെന്ന് നിന്ന് യേശു ദൈവമാണ്, അവനാണ് ഏക രക്ഷകൻ, ഇവിടെ പിറന്നു എന്ന് നിങ്ങൾ പറയുന്നത് ക്രിസ്തുവല്ല എന്ന് പ്രഘോഷിക്കാൻ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദർശനം തന്നു. ഞാൻ പറഞ്ഞു, ആൻഡു ജഗ ബേസിലേ വാ, കർത്താവ് ഒരു ദർശനം തന്ന്. എന്താ ദർശനം? മുരിയാട് പോയി സുവിശേഷം പ്രസംഗിക്കുക. അല്ല, ഒരു വേറൊരു സ്ഥലം, കൃപാസനത്തിന് മുമ്പിൽ പോയി, നിങ്ങൾ ഈ ചെയ്യുന്ന ഉടമ്പടി ശരിയല്ല, ഏക ഉടമ്പടി ക്രിസ്തുവുമായിട്ടേ ഉള്ളൂ, പ്രസംഗിക്കുക. കർത്താവിൻ്റെ ആത്മാവ് ഒരു ദർശനം തന്നു. നേരെ നമ്മൾ എന്ത് ചെയ്തു? മുരിയാടി ചെന്നു. ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു. കിട്ടിയത് മുഴുവൻ അടി ഇട്ടിയും, ഉള്ള വസ്ത്രം കൂടി ഇല്ല, നിൻ്റെ ബനിയനും കീറി, പാൻറ്റുമില്ല, ഒന്നുമില്ലാണ്ട് ഓടി. അവിടുന്ന് ഇട്ടിയും കിട്ടി. നേരെ ജയിലിലും പിടിച്ചിട്ട് പോലീസുകാർ വന്ന് അതിക്രമിച്ച് മുരിയാട് കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച 4 യുവാക്കൾ പോലീസ് പിടിയിൽ എന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് ന്യൂസ് അടീക്കോടെ മോളിക്കോടെ 4 യുവാക്കൾക്ക് ക്രിമിനൽ പശ്ചാത്തലം, MDMA കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു കേൾക്കുന്നു. ഇങ്ങനെ കിംവദന്തികൾ, പല പല കഥകളൊക്കെ ഇങ്ങനെ കേട്ടു. മാനവും പോയി നാണവും കെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ജയിലിൽ കിടക്കുക. അപ്പം 4 പേര് ജയിലിൽ കിടക്കുമ്പോൾ ആൻഡു പറയും, വൃത്തിയായിട്ടവൻ്റെ ഒരു ദർശനം വന്നേക്കാം, അവൻ ലീഡറാ. അപ്പോൾ ജഗൻ ബ്രദർ പറയും, എൻ്റെ പൊന്നു ബ്രദറെ, മേലാലേ ഇങ്ങനെയുള്ള ദർശനം കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, അല്ലേ പറയുള്ളൂ. ബേസിൽ പറയും, ബാക്കിയുള്ളവനാ ഇടുക്കിയിൽ സമാധാനമായിട്ട് ജീവിച്ചവനാ. എനിക്ക് ഇടുക്കിയിൽ ഇടിയിട്ടാണോ ചേട്ടാ എന്നെ ഈ തൃശ്ശൂർ കൊണ്ടുവന്ന് തല്ലുവാങ്ങുന്നത്? വല്ല കാര്യമുണ്ടോ? എനിക്ക് അവിടെ കിട്ടില്ലായിരുന്നോ? അല്ലേ? പൗലോസും സീലാസും ലൂക്കയൊക്കെ പറയേണ്ട കഥ അതല്ലേ? അവരെന്താ ചെയ്യുന്നേ? അവരെന്താ ചെയ്തേ? വായിച്ചോ? 25-ാം വാക്യം വായിച്ചോ? അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. നിങ്ങൾ ആരാധിച്ചിട്ട് എത്ര അടിത്തറ കുലുങ്ങിയിട്ടുണ്ട്? നിങ്ങൾ ആരാധിച്ചിട്ട് എത്ര വാതിലുകൾ തകർന്നിട്ടുണ്ട്? നിങ്ങളുടെ ആരാധന കേട്ടിട്ട് ഇന്നുവരെ ഏതെങ്കിലും അടിത്തറ കുലുങ്ങിയിട്ടുണ്ടോ? എവിടെയെങ്കിലും വാതിലുകൾക്ക് എന്തെങ്കിലും ഒരു ചലനം സംഭവിച്ചിട്ടുണ്ടോ? എന്തേ സംഭവിക്കാതെ നമ്മൾ ആരാധിച്ചിട്ട്? നിങ്ങളല്ല, നമ്മൾ. ഞാൻ എന്നെ കൂട്ടിയിട്ട് പറയുക, എന്തേ നമ്മൾ ആരാധിച്ചിട്ട് എന്തേ ചങ്ങല പൊട്ടാത്തേ? എന്തേ ഭൂകമ്പം കേൾക്കാത്തേ? എന്തേ ദർശനം കാണാത്തേ? എന്തേ അത്ഭുതങ്ങൾ സംഭവിക്കാത്തേ? എന്തേ നമ്മൾ ആരാധിച്ചിട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരാത്തേ? നമ്മുടെ ആരാധന ഏതാ? നമ്മൾ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി ആരാധിക്കുന്നു. ഒരനുഭവത്തിൽ നിന്നുകൊണ്ടല്ല ആരാധിക്കുന്നത്. പൗലോസും സീലാസും പോയ വഴി കൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് നിങ്ങളൊന്ന് ആരാധിച്ചു നോക്കി. ഇത്ര കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഓടി നടന്ന് ഇതുപോലെ അനുഭവിച്ചിട്ട് ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പരസ്പരം പഴിചാരുന്നില്ല, ദർശനത്തെ കുറ്റം പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതിയില്ല. അവർ രാത്രിയിൽ അവിടെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയല്ല അവരുടെ തീരുമാനം. അവർ കരങ്ങളടിച്ച് കാലുകൾ ബന്ധിച്ചിട്ടിരിക്കുക, അനങ്ങാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഒരുവൻ പോലുമില്ല. അതൊന്നും പ്രശ്നമല്ല. എൻ്റെ ക്രിസ്തുവിനെ പ്രതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ പ്രതി കഷ്ടങ്ങളും അവനെ പ്രതി പീഡകളും ഏൽക്കാൻ ഞാൻ തയ്യാറാ. അതിനൊരു മാറ്റമില്ല എന്ന വിശ്വാസത്തിൽ അവർ ഒരുമിച്ച് കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ അത്ഭുതം സംഭവിച്ചു. അവിടെയാ ഭൂമി കുലുങ്ങുന്നത്, അവിടെയാ അവരുടെ ഇരുമ്പോടാമ്പലുകളും പിച്ചളവാതിലുകളും തകർക്കപ്പെടുന്നത്, അവിടെയാ നിന്റെ മേലുള്ള ബന്ധനങ്ങളും കെട്ടുകളും കർത്താവ് അഴിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്ഥലം വിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ബന്ധനമാ ഭർത്താവ്, ഒരു രക്ഷയില്ല.
കെട്ടഴിയണം. ആ സ്ഥലത്തിൻ്റെ മേലുള്ള കെട്ടഴിയാതെ നീ എത്ര ശ്രമിച്ചാലും അത് വിൽക്കാൻ പറ്റത്തില്ല. മകളെ കെട്ടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര ആലോചന വന്നാലും വാക്കിനും തുമ്പിനും വന്ന് അത് മുടങ്ങിപ്പോകും. നീ കർത്താവിൻ്റെ മുൻപിൽ ആരാധിച്ച് ദൈവസന്നിധിയിലെത്താതെ കെട്ടഴിയാതെ നിനക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധന എത്ര ഒന്നേ, അപ്പോഴാ കെട്ടുകൾ അഴിയുക, അപ്പോഴാ ബന്ധനം അഴിയുക, അപ്പോഴാ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തിറങ്ങുക, ഉയരാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തുക, നിവരാൻ കഴിയാത്തവളെ നിവർത്തുക, നടക്കാൻ കഴിയാത്തവനെ നടത്തുന്നത്. അവിടെയാ ദൈവിക പ്രവർത്തികൾ സംഭവിക്കുന്നത്. അവിടെയാ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് ഫലമുണ്ടാകുന്നത്. അല്ലാതെ ഒരു വിഗ്രഹത്തിൽ പോയി കെട്ടിപ്പിടിച്ച് അവനൊരു മാലയിട്ട് നേർച്ച ഉണ്ടാക്കി എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ, ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയല്ല. ദൈവം കൊത്തുവിഗ്രഹങ്ങളിൽ പ്രസാദിക്കുന്നൊരു ദൈവമല്ല. കൃത്യമായി എഴുതി വച്ചിരിക്കുക. ഇന്ന് ആരാധന എന്താണെന്നോ ദൈവം ആരാണെന്നോ അറിവില്ലാത്ത ഒരു വലിയ വികലപ്പെട്ട ഒരു ആരാധനയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും പ്രസാദിക്കാത്തത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കാത്തത്, അത്ഭുതങ്ങൾ നമ്മൾ കാണാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാ. നീ ഈ യാത്രയൊന്ന് ചെയ്തു നോക്കി. പൗലോസ് എവിടെ നിന്നാണ് തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ്? തെസലോനിക്കായിലെ ലിസ്ത്രായിൽ നിന്നും തുടങ്ങിയ യാത്രയാണ്. അവിടെ നിന്ന് എവിടം വരെ എത്തി? ഏഷ്യ കടന്ന്, ഏഷ്യ മൈനർ കടന്ന്, പിന്നെയും കടൽ കടന്ന് അവിടെ നിന്ന് ത്രോവാസിലെത്തി. ത്രോവാസിൽ നിന്നും അവിടെ നിന്ന് അടുത്ത കടൽ കടന്ന് അവിടെ നിന്ന് വീണ്ടും ഇതാ മക്കതോനിയയിലെ ഫിലിപ്പിയ പ്രദേശത്ത് വരെ എത്തിയിരിക്കുക. ഇത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കർത്താവിന് സുവിശേഷം പ്രസംഗിച്ചിട്ട് കിട്ടിയത് ആകെ 2 കുടുംബമാണ്. ആകെ ഒരു ലിദിയയുടെ കുടുംബവും ഇപ്പുറത്ത് ഒരു തിമോത്തിയോസും കുടുംബവും. ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇനി തിരിച്ചു വരുന്ന വരവ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊയ്തുകൊണ്ടാണ് വരുന്ന പൗലോസ്. അങ്ങോട്ട് പോയപ്പോൾ മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും എടുത്ത് 1 or 2 കുടുംബത്തെ മാത്രം കിട്ടുള്ളൂ. പക്ഷേ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇനി അടുത്ത അധ്യായങ്ങൾ നോക്കിക്കോ, പിന്നെയുള്ള പ്രവൃത്തികൾ തികച്ചും വ്യത്യസ്തമാണ്. പൗലോസിൻ്റെ സുവിശേഷം കേട്ട്, അവൻ പറയുന്നത് കേട്ട് ലക്ഷങ്ങൾ, അനേകായിരങ്ങൾ കർത്താവിൻ്റെ സുവിശേഷം ഏറ്റു. അനേകം പേര് ദൈവത്തിൻ്റെ വചനം കേട്ടു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി കാരാഗ്രഹത്തിൽ എന്ത് സംഭവിച്ചു? ഇത്രയും ദിവസം സുവിശേഷം പറഞ്ഞിട്ട് ഒരൊറ്റെണ്ണം പോലും വന്നില്ല. ഒരുത്തം പോലും. ആകെ ദൈവം ഹൃദയം തുറന്നു കൊടുത്തത് ആകെ ഉണ്ടായിരുന്ന ലിദിയയുടെ ഹൃദയത്തെയാണ്. പക്ഷെ കാരാഗ്രഹത്തിൽ ഇവരെ കാത്തുകൊണ്ടിരുന്ന കാവൽക്കാരൻ ഇതാ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ചങ്ങലകൾ പൊട്ടി, എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതി. കാവൽക്കാരൻ വിളിച്ചു പറയുന്നില്ല. കാവൽക്കാരൻ നോക്കുമ്പോൾ ആരുമില്ല. മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ അവൻ സ്വയം തീരുമാനമെടുത്ത് വരുമ്പോൾ പൗലോസ് വിളിച്ചു പറയുക, അരുത്, ഒന്നും ചെയ്യരുത്. കാരണം എന്താ? അത് ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ നിൽക്കുന്നത് സത്യദൈവത്തിൻ്റെ മാർഗത്തിലാണ്. ആകാശവും ഭൂമിയും കടലും കരയും സൃഷ്ടിച്ച ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവൻ ഈ ചങ്ങലകളെ പൊട്ടിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇനി നിന്നെ പേടിച്ച് ഓടി ഒളിക്കുന്നവനല്ല ഞങ്ങൾ. നിന്റെ മുൻപിൽ നിന്ന് സുവിശേഷം പറഞ്ഞ് നിന്നെ വിശ്വാസിയാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ ചങ്ങലകളാൽ ബന്ധനസ്ഥനായ പൗലോസ് നിന്നിട്ട് കർത്താവിൻ്റെ സുവിശേഷം പറയുമ്പോൾ, അല്ലയോ അഗ്രിപ്പ രാജാവേ, ഈ ചങ്ങലകൾ ഒഴികെ ഈ നിൽക്കുന്ന സകല സന്നാഹങ്ങളും ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാ പൗലോസിൻ്റെ സുവിശേഷം. അല്ലാതെ 2 പേര് കിട്ടിയിട്ട് തൃപ്തരാകുന്നൊരു പൗലോസിനെ നമ്മൾ കാണത്തില്ല. അവിടെ ഉണ്ടായിരുന്ന സകലതും സുവിശേഷം പ്രസംഗിക്കണം, കേൾക്കണം, വിശ്വസിക്കണം, സ്വീകരിക്കണം. നമ്മൾ താഴോട്ട് വചനം വായിക്കുമ്പോൾ 29-ാം വാക്യം മുതൽ വായിച്ചോ. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെ സീലാസിൻ്റെ കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മളെ ആരാധിച്ചിട്ട്, നമ്മുടെ ആരാധന കണ്ടിട്ട് എത്ര പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്? ആലോചിച്ച് നോക്ക്. നമ്മൾ ദൈവത്തെ ആരാധിച്ചിട്ട് എത്ര പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇത് പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ പൗലോസിൻ്റെ കാൽക്കൽ വീണ് വന്ന് ചോദിക്കുക, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒറ്റ വാക്ക്, യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആരിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സകല വിശുദ്ധരിലും സകല മാലാഖമാരിലും സകലരിലും വിശ്വസിച്ചാലേ നീ രക്ഷ പ്രാപിക്കും എന്നാണ് പറഞ്ഞത്. അല്ല, ഒറ്റ വാക്ക്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശുവാണ്. ആ നാമത്തിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കൃത്യമായ സുവിശേഷ പൗലോസോട് പറയുന്നത്. അവനും അവൻ്റെ കുടുംബവും കർത്താവിനെ സ്വീകരിച്ചു,
സുവിശേഷത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് ചരിത്രം പരിശോധിച്ചാൽ ഇതാ മക്കതോനിയയിൽ വലിയൊരു സഭ, ലിസ്ത്രായിൽ വലിയ സഭ, ഈ പറയുന്ന പൗലോസ് യാത്ര ചെയ്ത സകല സ്ഥലങ്ങളിലും സഭയെ സ്ഥാപിച്ച് വലിയ സമൂഹങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വലിയൊരു സമൂഹത്തെ തന്നെ കർത്താവോടെ ഉയർത്തി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ കെട്ടുകൾ പൊട്ടണോ? നമ്മുടെ ബന്ധനങ്ങൾ അഴിയണോ? നമ്മുടെ ആദരത്തിൻ്റെ ബന്ധനം ആദ്യം അഴിയാതെ നിൻ്റെ കുടുംബത്തിലെ ബന്ധനം അഴിയാൻ പോകുന്നില്ല. ആരാധിക്കാൻ നമ്മുടെ ആദരം തുറക്കാതെ, ഈ ആദരത്തിൻ്റെ ബന്ധനം അഴിയാതെ ഒരു കാലത്തും നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധനം അഴിയാൻ പോകുന്നില്ല. ഒരു രീതിയിലും നമ്മുടെ കെട്ടുകൾ അഴിയാൻ പോകുന്നില്ല. ഒരു രീതിയിലും നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ എത്താൻ പോകുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആദരങ്ങളുടെ ബലിയാണ്. അതാ പൗലോസ്ലീഹ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ആദരങ്ങളുടെ ബലി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. ദൈവസന്നിധിയിൽ ശക്തമായി ആരാധിക്കുമ്പോഴാണ് നമ്മുടെ കെട്ടുകൾ പൊട്ടുന്നത്. എവിടെയൊക്കെയുണ്ടോ ബന്ധനങ്ങൾ, എവിടെയൊക്കെയുണ്ടോ കെട്ടുകൾ, ആ കെട്ടുകളെ അഴിപ്പാനാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഏത് പ്രതിസന്ധിയുണ്ടോ, ഏത് പ്രതികൂലമുണ്ടോ, അതിനെ അഴിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനാണ്